ഇന്ന് 24,166 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 1,35,232 പരിശോധനകളാണ് നടന്നത്. 181 പേർ മരണമടഞ്ഞു. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 2,41,966 പേരാണ്. ഇന്ന് 30,539 പേർ രോഗമുക്തരായിട്ടുണ്ട്. മെയ് 24 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.4 മെയ് 21 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ അത് 22.55 ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിൽ 12.61% കുറവുണ്ടായിട്ടുണ്ട്. ഒരു ദിവസത്തെ പുതിയ കേസുകളുടെ എണ്ണത്തിൽ 9.03% കുറവുണ്ടായിരിക്കുന്നു. കോവിഡ് ബാധിച്ച് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കും. 3 ലക്ഷം രൂപ കുട്ടികൾക്ക് ഒറ്റത്തവണയായി നൽകും. 18 വയസ്സ് വരെ 2,000 രൂപ മാസം തോറും നൽകും. ബിരുദതലം വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുവാനും തീരുമാനിച്ചു. പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കഴിഞ്ഞ 2 ആഴ്ചയായി മരണനിരക്ക് കൂടുതലാണ്. ഈ ജില്ലകളിൽ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. +1 പരീക്ഷ ഓണാവധിക്കടുത്ത സമയത്ത് നടത്താൻ ക്രമീകരണമൊരുക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിന് നിശ്ചയിക്കപ്പെട്ട അധ്യാപകർ കോവിഡ് ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കും. ഓൺലൈൻ അഡ്വൈസിൻ്റെ വേഗത വർദ്ധിപ്പിക്കണമെന്ന് PSCയോട് ആവശ്യപ്പെട്ടു. ബ്ലാക്ക് ഫംഗസ് രോഗം സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തും. നിലവിൽ സംസ്ഥാനത്ത് രോഗം വന്നിട്ടുള്ളത് 52 പേർക്ക് മാത്രമാണ്. പക്ഷേ ജനങ്ങളെ ആശങ്കപ്പെടുന്ന വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കാലവർഷ ഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുമ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തും. നിർമ്മാണ മേഖലയിൽ മെറ്റൽ കിട്ടാത്ത പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ക്രഷറുകൾ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകും. ഓക്സിമീറ്റർ സ്വന്തമായി ഉണ്ടാക്കുമെന്ന് കെൽട്രോൺ അറിയിച്ചിട്ടുണ്ട്. അത് പരമാവധി പ്രോത്സാഹിപ്പിക്കാനാണ് തീരുമാനം. ആവശ്യമായ മരുന്നുകൾ വാങ്ങി നൽകാൻ വിദേശത്തുള്ള പലരും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്.
എന്നാൽ പല മരുന്നുകളും അവർക്ക് അവിടെ ലഭ്യമല്ല. അത് എവിടെ നിന്നാണ് ലഭ്യമാവുക എന്നറിയിച്ചാൽ വാങ്ങി നൽകാൻ തയ്യാറാണ് എന്ന് പല വിദേശ മലയാളികളും അറിയിച്ചിരിക്കുകയാണ്. KMSCL നോർക്കയുമായി ചേർന്ന് ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ നടത്തും. സ്ത്രീകൾക്ക് ആവശ്യമുള്ള ശുചിത്വ വസ്തുക്കൾ നിലവിൽ മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ്. നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നും അവ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കാൻ അനുമതി നൽകും. നേത്രപരിശോധകർ, കണ്ണട ഷോപ്പുകൾ, ശ്രവണസഹായി ഉപകരണങ്ങളും വിൽക്കുകയും അതിന് സഹായിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ, കൃത്രിമ അവയവങ്ങൾ വിൽക്കുകയും നന്നാക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഗ്യാസ് അടുപ്പുകൾ നന്നാക്കുന്ന സ്ഥാപനങ്ങൾ, മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവ നന്നാക്കുന്ന ഷോപ്പുകൾ, ഇവയെല്ലാം 2 ദിവസം തുറക്കുന്നതിന് അനുമതി നൽകും. രണ്ടാമത്തെ കോവിഡ് തരംഗം ഉച്ചസ്ഥായിയിലെത്തി രോഗവ്യാപനം കുറയാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടും മരണസംഖ്യ കുറയാത്തത് സമൂഹത്തിൽ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഈ കാര്യം മുൻപ് വിശദമാക്കിയതാണ്. രോഗികളുടെ എണ്ണം പരമാവധിയിലെത്തിയ ഘട്ടത്തിൽ രോഗബാധിതരായവർക്കിടയിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമാവുകയും മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇപ്പോഴായതിനാലാണ് മരണസംഖ്യ ഉയരുന്നത്. മരണസംഖ്യയിൽ കാര്യമായ കുറവുണ്ടാകാൻ 4 ആഴ്ച വരെ സമയമെടുക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. രോഗവ്യാപനത്തിൻ്റെ വേഗം പിടിച്ചു നിർത്തി ആരോഗ്യ സംവിധാനത്തിന് ഉൾക്കൊള്ളാവുന്ന പരിധിക്ക് താഴെ നിർത്തുക എന്ന നയമാണ് നാം തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറ്റു പ്രദേശങ്ങളേക്കാൾ നീണ്ടു നിൽക്കുന്ന രോഗവ്യാപനത്തിൽ അധികമായി ആശങ്ക ഉണ്ടാകേണ്ടതില്ല. ആളുകളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം ഏറ്റവും നന്നായി നിർവഹിക്കുക എന്നതിന് പ്രാധാന്യം നൽകിയേ തീരൂ. ലോക്ക്ഡൗൺ ഇളവുകൾ ലഭിക്കുമ്പോൾ അവ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത മനുഷ്യസഹജമാണ്. കേരളത്തിലെ ജനസാന്ദ്രത ദേശീയ ശരാശരിയുടെ ഏകദേശം ഇരട്ടിയാണ്. അതുകൊണ്ട് ലോക്ക്ഡൗൺ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കോവിഡ് വ്യാപനത്തിനിടയാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റവും പ്രവർത്തനവും ഉണ്ടാകാതെ നാം നോക്കണം. മാസ്ക്, സാനിറ്റൈസർ മുതലായ കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ സർക്കാർ നിർദ്ദേശിച്ച വിലക്ക് തന്നെ വിൽക്കണമെന്ന് നേരത്തെ ഉത്തരവായിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും ഇവ വില കൂട്ടി വിൽക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടപടി സ്വീകരിച്ചു വരികയാണ്. സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ കൂടിയ വിലക്ക് ഇത്തരം സാധനങ്ങൾ വിറ്റ കാസർകോട്ടെ ചെർക്കളം, മഞ്ചേശ്വരം, ബദിയടുക്ക എന്നിവിടങ്ങളിലെ 3 മരുന്ന് കടകൾക്കെതിരെ കേസെടുക്കുകയും
അവ അടപ്പിക്കുകയും ചെയ്തു. തൊടുപുഴയിൽ ഒരു സ്ഥാപനത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്ന രോഗികളുടെ വിവരങ്ങൾ ബന്ധുക്കളെ യഥാസമയം അറിയിക്കലും ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആരംഭിച്ച ഇൻഫർമേഷൻ സെൻ്ററിനോട് മികച്ച പ്രതികരണമാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പ്രതിദിന കോവിഡ് രോഗബാധിതരുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറയുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസവും ജില്ലയിൽ 2000-ന് താഴെയാണ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 15.16% ബുധനാഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മെയ് മാസത്തിലെ ഏറ്റവും കുറഞ്ഞ TPR ആണിത്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ജനങ്ങളെ ആശ്വസിപ്പിച്ചും ബോധവൽക്കരിച്ചുമുള്ള സന്ദേശം പുറപ്പെടുവിക്കാൻ കാസർഗോഡ് ജില്ലയിലെ ആരാധനാലയങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നീലേശ്വരം നഗരസഭയിലെ തൈക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കോവിഡ് വാക്സിനേഷൻ സെൻ്ററിൻ്റെ വിപുലീകരണത്തിനായി തൈക്കടപ്പുറം ജമാഅത്ത് കമ്മിറ്റി മദ്രസ കെട്ടിടം വിട്ടു നൽകുകയുണ്ടായി. എടത്വയിൽ കോവിഡ് ബാധിച്ച് മരിച്ച ഇടവകയല്ലാത്തയാളുടെ മൃതദേഹം വെള്ളക്കെട്ടിനെ തുടർന്ന് സംസ്കരിക്കാൻ കഴിയാത്തതിനാൽ എടത്വ സെൻറ്റ് ജോർജ് ഫൊറാന പള്ളി സെമിത്തേരിയിൽ ചിതയൊരുക്കാൻ അനുവാദം നൽകിയ പള്ളി അധികാരികളുടെ നടപടി അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ തുടങ്ങിയവരെല്ലാം ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും കോവിഡ് ബ്രിഗേഡിൻ്റെ ഭാഗമാകാൻ ഇതുവരെ 74,032 അപേക്ഷകളാണ് ലഭിച്ചത്. അതിലെല്ലാവരെയും തന്നെ അതാത് ജില്ലകളിൽ നിന്ന് ബന്ധപ്പെടുകയും 8,467 പേരെ നിയമിക്കുകയും ചെയ്തു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി കോവിഡ് ബ്രിഗേഡിലേക്ക് 23,975 അപേക്ഷകൾക്ക് അനുമതി ലഭിച്ചു. അതിൽ 17,524 പേരെ നിയമിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലവിലുള്ള മലപ്പുറത്തും ലോക്ക്ഡൗൺ നിലവിലുള്ള മറ്റ് ജില്ലകളിലും നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പോലീസിൻ്റെ പ്രത്യേക സംഘം വാഹന പരിശോധന നടത്തി വരുന്നു. അനാവശ്യമായി ആളുകൾ പുറത്തിറങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാസ്ക് ധരിക്കാത്ത 8,188 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4,776 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 36,24,550 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. പല ജില്ലകളിലും
വ്യാജമദ്യത്തിൻ്റെ നിർമ്മാണവും ഉപയോഗവും വൻതോതിൽ വർദ്ധിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവയുടെ ഉൽപ്പാദന വിതരണ കേന്ദ്രങ്ങളിൽ പോലീസും എക്സൈസും ചേർന്ന് പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കും. ഈ ഘട്ടത്തിൽ ചില വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിടുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്സിൻ എടുത്താൽ 2 വർഷത്തിനുള്ളിൽ മരണപ്പെടുമെന്ന ഒരു വ്യാജ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലും ചില ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് പരിപൂർണമായും വ്യാജമാണെന്ന് ആ പ്രസ്താവന നൽകിയതായി വാർത്തയിൽ പറയുന്ന ശാസ്ത്രജ്ഞൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. മനുഷ്യരുടെ അതിജീവനം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഇതുപോലൊരു ഘട്ടത്തിൽ അത് കൂടുതൽ ദുഷ്കരമാക്കുന്ന പ്രചരണത്തിൽ ഏർപ്പെടുന്നവർ ചെയ്യുന്നത് നീതീകരിക്കാനാവാത്ത കുറ്റമാണ്. അത് മനസ്സിലാക്കി ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ നിയമങ്ങൾക്കനുസൃതമായി സർക്കാർ ശക്തമായി നേരിടും. വാക്സിനേഷനാണ് ഈ മഹാമാരിയെ മറികടക്കാൻ നമുക്ക് മുന്നിലുള്ള ഏറ്റവും ഫലപ്രദമായ ആയുധം. കേരളത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭിച്ച 60 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ ഇടയിൽ രണ്ടാമത്തെ തരംഗത്തിൽ രോഗവ്യാപനം കുറവാണ്. അതേപോലെ തന്നെ രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും ഗുരുതരമായ അവസ്ഥ നേരിടേണ്ടി വന്നില്ല എന്നതും വാക്സിനേഷൻ ഫലപ്രദമാണ് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് കുപ്രചരണങ്ങൾക്ക് വിധേയരാകാതെ വാക്സിൻ എടുക്കുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രചരണങ്ങൾക്ക് വിധേയരായി വാക്സിൻ എടുക്കാതിരിക്കുന്ന അവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഡോക്ടർമാരുടെ പരിശോധന സ്വീകരിക്കാൻ സഹായിക്കുന്ന ഈ സഞ്ജീവനി പദ്ധതി ഇതുവരെ കേരളത്തിൽ നടന്നത് 1,52,931 പരിശോധനകളാണ്. ഏകദേശം 16,026 മണിക്കൂറുകൾ ഇത്രയും പരിശോധനകൾക്കായി ചെലവഴിക്കപ്പെട്ടു. ഇന്ന് മാത്രം ഇതുവരെ നടന്നത് 888 പരിശോധനകളാണ്. 1863 ഡോക്ടർമാരാണ് സംസ്ഥാനത്ത് ഈ സഞ്ജീവനി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 9 തീരദേശ ജില്ലകളിലായി 590 കിലോമീറ്റർ നീളമുള്ള തീരമാണ് കേരളത്തിനുള്ളത്. കടലാക്രമണം കൊണ്ടും മറ്റും വലിയ തോതിൽ തീരശോഷണം അനുഭവപ്പെടുന്നുണ്ട്. കടൽക്ഷോഭത്തിൽ വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. തീരദേശ നിവാസികളുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
ടൗട്ടേ ചുഴലിക്കാറ്റും നാശനഷ്ടങ്ങളുണ്ടാക്കി. SDRFനും NDRFനും അനുവദിക്കുന്ന വാർഷിക തുകയിൽ നിന്ന് സംസ്ഥാനതല ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് സഹായം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദമുണ്ട്. 10% വരെയാണ് ആ രീതിയിൽ ഉപയോഗിക്കാവുന്നത്. അതിനനുസൃതമായി തീരശോഷണത്തെ സംസ്ഥാനതല ദുരന്തമായി മുൻപ് തന്നെ കേരളം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് തീരശോഷണം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് SDRF, NDRF സഹായം അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടി തീരശോഷണത്തെ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അത് ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ന് കത്തയച്ചിട്ടുണ്ട്. പതിനാലാം ധനക്കമ്മീഷൻ്റെ ശുപാർശകൾ പ്രകാരമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രകൃതി ദുരന്ത ഘട്ടത്തിൽ സഹായം നൽകുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ പ്രകാരം SDRFിലൂടെയും NDRFിലൂടെയും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുന്ന പ്രക്രിയയിലാണ് കേന്ദ്ര സർക്കാർ. COVID-19 പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന ദുരിതാശ്വാസ സഹായം വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഗുണകരമാകും എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുമ്പോൾ ലഭ്യമാക്കുന്ന സഹായം ഇരട്ടിപ്പിക്കണം എന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായി തുടരുകയാണ്. കഴിഞ്ഞ 3 മാസങ്ങൾ കൊണ്ട് 729.6 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇത് ഈ കാലയളവിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ 131% അധിക മഴയാണ്. 2018 ലഭിച്ചതിലും അധികം വേനൽ മഴ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് ലഭിച്ചു കഴിഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട യാസ് ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുള്ളതിനാൽ മെയ് 29 വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഉയർന്ന തിരമാലക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വിഴിഞ്ഞം പൂവാർ മേഖലകളിൽ മത്സ്യബന്ധന വള്ളങ്ങൾ തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ തിരച്ചിലിൽ കിട്ടി. ചൊവ്വാഴ്ച രാത്രിയാണ് ഇവർ സഞ്ചരിച്ച വള്ളം ശക്തമായ കാറ്റിലും തിരയിലും വിട്ട് തകർന്നത്.
സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള പോളിടെക്നിക് കോളേജുകളിലെ മുടങ്ങിക്കിടക്കുന്ന 5ാം സെമസ്റ്ററിലെ പൂർത്തീകരിച്ച പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഉടൻ നടത്തിയും മുടങ്ങിയ പരീക്ഷകൾക്ക് ഇൻ്റേണൽ അസസ്മെൻറ്റ് മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ ഫലപ്രഖ്യാപനം ജൂൺ മാസത്തിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 5ാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിന് ശേഷം 6ാം സെമസ്റ്റർ പരീക്ഷകൾ ജൂലൈയിൽ നടത്തും. 1 മുതൽ 4 വരെയുള്ള സെമസ്റ്ററുകളുടെ പരീക്ഷകളും ഉചിതമായി ക്രമീകരിക്കുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന സഹായങ്ങളിൽ അദാനി വിഴിഞ്ഞം തുറമുഖം കമ്പനി 3 കണ്ടെയ്നറുകളിലായി 1012 ഓക്സിജൻ സിലിണ്ടറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നതിനായി വയനാട് ജില്ലാ പഞ്ചായത്ത് 62 ലക്ഷം രൂപ ചെലവഴിച്ച് RT-PCR RNA എക്സ്ട്രാക്ടർ മെഷീൻ കൈമാറി. ക്രഡായി തിരുവനന്തപുരം 500 PPE കിറ്റ്, 5000 ഗ്ലൗസ്, 25000 ട്രിപ്പിൾ ലെയർ മാസ്ക് ബിൽഡേഴ്സ് അസോസിയേഷൻ, 4000 N95 മാസ്കും 355 PPE കിറ്റും. ഏഷ്യാനെറ്റ് ഡിജിറ്റൽ നെറ്റ്വർക്ക് 10000 ആൻറ്റിജൻ കിറ്റുകൾ. ഇസാഫ് ബാങ്ക് 400 PPE കിറ്റുകൾ. കണ്ണമൂല ശ്രീനാരായണ ക്ലബ്ബ് 200 PPE കിറ്റുകൾ. വാക്സിൻ ചാലഞ്ചിലേക്ക് രാജ്യത്തിനകത്തും പുറത്തു നിന്നുമായി വലിയ തോതിലാണ് സംഭാവനകൾ വരുന്നത്. പരമാവധി ഇവിടെ പറയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സമയപരിമിതി മൂലം പല പ്രധാനപ്പെട്ട സംഭാവനകളെക്കുറിച്ചും പത്രസമ്മേളനത്തിൽ പരാമർശിക്കാൻ കഴിയാതെ വരികയാണ്. ഇന്ന് ഏതാനും സംഭാവനകളുടെ വിവരമാണ് പങ്കുവെക്കാനുള്ളത്. കനറ ബാങ്ക് 1 കോടി രൂപ. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 15,59,407 രൂപ. നീലേശ്വര സർവീസ് സഹകരണ ബാങ്ക് 11,30,944 രൂപ. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് 11,30,000 രൂപ. ഈസ്റ്റ് അളേരി സർവീസ് സഹകരണ ബാങ്ക് 11,06,823 രൂപ. കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് 11,01,438. കാടുകുറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,66,336. മേലൂർ സർവീസ് സഹകരണ ബാങ്ക് 10,49,170. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് 10,46,425. കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. ഇടവ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും വിഹിതം ഉൾപ്പെടെ 10 ലക്ഷം. താഴേക്കാട് സർവീസ് സഹകരണ ബാങ്ക് 7,63,000. കുടൂർ സർവീസ് സഹകരണ ബാങ്ക് 7,62,590. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് 7,61,000. ആളൂർ സർവീസ് സഹകരണ ബാങ്ക് 7,42,726. വെള്ളികുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് 7,16,100. വരന്തരപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് 7,26,247. ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് 7,13,934. അണ്ണലൂർ സർവീസ് സഹകരണ ബാങ്ക് 5,27,250. കോടശ്ശേരി
എലിഞ്ഞിപ്ര സർവീസ് സഹകരണ ബാങ്ക് 5,10,664. നന്ദിമുല്ലം സർവീസ് സഹകരണ ബാങ്ക് 5,04,517. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്ക് 5,52,948. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്ക് 5,19,855. പരിയാരം സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം. വിൻവിഷ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമയും അമേരിക്കൻ മലയാളി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാമദാസ് പിള്ള 5 ലക്ഷം രൂപ. കേരള ഹോം ഗാർഡ്സ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച 8,04,444 രൂപ. മടവൂർ സർവീസ് സഹകരണ ബാങ്ക് 8 ലക്ഷം. കേരള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ 7,18,086. വില്യാപ്പള്ളി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും 6,39,703. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ 52 അധ്യാപകരും ടൗൺ സഹകരണ ബാങ്ക് 5,19,855. പരിയാരം സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം. വിൻവിഷ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമയും അമേരിക്കൻ മലയാളി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാമദാസ് പിള്ള 5 ലക്ഷം രൂപ. കേരള ഹോം ഗാർഡ്സ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച 8,04,444 രൂപ. മടവൂർ സർവീസ് സഹകരണ ബാങ്ക് 8 ലക്ഷം. കേരള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ 7,18,086. വില്യാപ്പള്ളി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും 6,39,703. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ 52 അധ്യാപകരും ഒരു അനധ്യാപകനും ആദ്യ ഗഡു 5,47,647 രൂപ. അരുവിക്കര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 5,45,520 രൂപ. മലയങ്കീഴ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതമടക്കം 5,42,300 രൂപ. മജിബയിൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 5,42,300 രൂപ. കൂടാളി പഞ്ചായത്ത് 5 ലക്ഷം. മലപ്പുറം വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ 43 അധ്യാപകർ മാറ്റിവെച്ച ശമ്പളത്തിൻ്റെ ആദ്യ ഗഡു 4,70,514 രൂപ. EMS സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും ജീവനക്കാരും 4,04,222. നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് ജനറൽ മാനേജർ ആര്യാടൻ ഷൗക്കത്തും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും 4 ലക്ഷം രൂപ. കേരള നോൺ ടീച്ചിങ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി 3,50,000. മാൾട്ടയിലെ മലയാളി സംഘടന യുവധാര 3 ലക്ഷം. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സംഭാവന 2,63,281 രൂപ. നാദാപുരം ഗവൺമെൻറ് UP സ്കൂളിലെ 23 അധ്യാപകരും ഒരു ഓഫീസ് സ്റ്റാഫും 2,49,132. തിരുവനന്തപുരം താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം 2,25,540 രൂപ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ 2,21,134 രൂപ. വലിയപറമ്പ് സഹകരണ ബാങ്കും ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് 2,20,613 രൂപ. കേരള സ്റ്റേറ്റ് എക്സൈസ് അസോസിയേഷൻ 2 ലക്ഷം. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് മോഹൻദാസും ഭാര്യ ലോല മോഹൻദാസും 2 ലക്ഷം രൂപ.
ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് സഹകരണ സംഘം 2 ലക്ഷം രൂപ. കേരള ഇറിഗേഷൻ ആൻഡ് പ്രോജക്റ്റ് വർക്കേഴ്സ് യൂണിയൻ CITU ഇറിഗേഷൻ SLR ജീവനക്കാർ 1,98,468 രൂപ. അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെൻറ്റ് യുണൈറ്റഡ് പ്രസിഡന്റ് തമ്പാൻ ജോയ് 1,75,000 രൂപ. ഉദ്യാനപുരം സർവീസ് സഹകരണ ബാങ്ക് 1,50,000. യുവഗായകരുടെ കൂട്ടായ്മയായ നാട്ടിലെവിടെയാ സ്റ്റുഡൻസ് ഗ്രൂപ്പ് 1,08,560 രൂപ. യുവഗായകരുടെ കൂട്ടായ്മ നാട്ടിൽ എവിടെയാ സ്റ്റുഡൻസ് ഗ്രൂപ്പ് 1,08,639. ഗുജറാത്ത് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച കൊല്ലം ഈസ്റ്റ് കല്ലട സ്വദേശി കോശി യോഹന്നാൻ 1,00,000. AIYF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 1,00,000. മൺവിള അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ജീവനക്കാരും 1,00,000. എറണാകുളം പാലാരിവട്ടം സ്വദേശി CT അബ്രഹാം 50,000. പനമരം ചെറുകാട്ടൂർ മുള്ളൻമടക്കൽ തോമസ് ഭാര്യയുടെ സ്മരണാർത്ഥം 50,000. ഉദയാനപുരം സർവീസ് സഹകരണ ബാങ്ക് 1,50,000. പിരപ്പൻകോട് ദീപ്തി നിവാസിൽ നീതുവിൻ്റെ സ്മരണാർത്ഥം മാതാപിതാക്കൾ 25,000. നീതുവിൻ്റെ മകൾ പുണ്യ സമ്പാദ്യ കുടുക്കയിൽ ശേഖരിച്ച 1,684 രൂപ. CPIM ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പടയങ്കണ്ടി രാജൻ്റെ സ്മരണക്കായി കുടുംബാംഗങ്ങൾ 25,000 രൂപ. ബാലരാമപുരം ശുഭലക്ഷ്മിയിൽ സിദ്ധാർത്ഥൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഒഴിവാക്കി കുടുംബം 25,000 രൂപ. വെസ്റ്റ് കൊല്ലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ സമാഹരിച്ച 25,000. ബാലരാമപുരം ശുഭലക്ഷ്മിയിൽ സിദ്ധാർത്ഥൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഒഴിവാക്കി കുടുംബം 25,000. സഹകരണ വകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ R മാധവൻ്റെ സ്മരണാർത്ഥം ഭാര്യ അജിത 25,000. കോഴിക്കോട് ഹ്യൂമാനിറ്റി വൊക്കേഷണൽ ട്രെയിനിങ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ വിദ്യാർത്ഥികൾ 22,461. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കൊല്ലാട്ട് മുഹമ്മദ് സക്കറിയുടെ ഭിന്നശേഷിക്കാരിയായ മകൾ ഷാന പർവീൻ തനിക്ക് ലഭിച്ച സ്കോളർഷിപ്പ് തുകയായ 20,000. തൃക്കരിപ്പൂർ മുൻ MLA K കുഞ്ഞിരാമൻ 20,000. നീലേശ്വരം CITU ലോറി തൊഴിലാളികൾ 20,000. CPIM ശാസ്താംകോട്ട മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സത്യനാഥൻ പിള്ളയുടെ മരണാനന്തര ചടങ്ങുകൾ ഒഴിവാക്കി കുടുംബം 15,000 രൂപ. കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ യുവജന കൂട്ടായ്മ സ്റ്റാലിൻ ബ്രദേഴ്സ് 15,000 രൂപ. മൊറാഴയിലെ PV പാഞ്ചാലിയുടെ 1ാം ചരമവാർഷിക ചെലവിലേക്ക് മാറ്റിവെച്ച 15,000. CPIM വടവന്തൂർ നോർത്ത് ബ്രാഞ്ച് ആക്രി ശേഖരണത്തിലൂടെ കണ്ടെത്തിയ 12,000. മാങ്കാവ് മണലൊടി മഹളിലെ ആമിന നൂർ, ഐസ മറിയം എന്നിവർ ചേർന്ന് 10,357. വാഴയൂർ തമ്പുരാൻ മലയിൽ രാജൻ സരള ദമ്പതികൾ തൊഴിലുറപ്പ് കൂലിയും പെൻഷനും ചേർത്ത് 10,001. DYFI ആലപ്പടമ്പ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പാൽ വിൽപ്പനയിലൂടെ സമാഹരിച്ച 10,000. മാത്തിൽ PV തമ്പായി അമ്മയുടെ സ്മരണക്ക് മക്കൾ 10,000. തൃശ്ശൂരിലെ വഴിയോര കച്ചവട തൊഴിലാളി C ചന്ദ്രൻ 10,000. ജൂനിയർ മിസ്റ്റർ കേരള ചാമ്പ്യൻ അകത്തേത്തറയിൽ ശ്രീജിത്ത് സമ്മാനത്തുകയായ 10,000. DYFI മയ്യിൽ ബ്ലോക്ക് കമ്മിറ്റി കീഴിലെ തറിയേരി, കൂവജിക്കുന്ന്, കട്ടോളി, ചെക്കിക്കുളം യൂണിറ്റിലെ പ്രവർത്തകർ നടത്തിയ കപ്പ ചാലഞ്ചിലൂടെ ലഭിച്ച 10,020 രൂപ. കൊട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂൾ കോമേഴ്സ് 1ാം വർഷ വിദ്യാർത്ഥികൾ 10,000. മട്ടന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് 10,000. KTUC സംസ്ഥാന പ്രസിഡന്റ്
കവടിയാർ ധർമ്മൻ പിതാവിൻ്റെ ചരമവാർഷിക പരിപാടി ഒഴിവാക്കി 10,000. മഞ്ഞാലമ്മൂട് ശാരദാവിലാസത്തിൽ മാധവപ്പണിക്കർ, ശാരദ എന്നിവരുടെ സ്മരണാർത്ഥം മക്കൾ 10,000. പോത്തങ്കോട് എസ് രാജൻ ഭാര്യയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് 10,000. അന്തരിച്ച പൊന്നുകുർശി പെരുമ്പള്ളി വീട്ടിൽ സുബ്രഹ്മണ്യൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി മാറ്റിവെച്ച 10,000. ബത്തേരി മൂലങ്കാവിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ശ്രീധരൻ 10,000. വേങ്ങാട് KK രാജീവൻ്റെ മകൻ സ്വാരാഗിൻ്റെ പിറന്നാൾ ആഘോഷം ഒഴിവാക്കി 5,000. CPIM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കുന്നുമ്മൽ ഗോപാലിൻ്റെ ചരമവാർഷിക ദിനത്തിൽ കുടുംബം 3,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. CM ഈ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ടവരുടെ ആശ്രിതർ 2013 മുതലുണ്ട്. 250 പേർക്ക് സർക്കാർ അഡ്വൈസ് മെമ്മോ അയച്ചിട്ടും ഇതുവരെ നിയമനം കൊടുത്തിട്ടില്ല. 250ഓളം പേർ അത്തരത്തിൽ ഇപ്പോഴും ജോലിയില്ലാതെ നിൽക്കുകയാണ്. അഡ്വൈസ് മെമ്മോ അയച്ചാൽ സാധാരണഗതിയിൽ നിയമനം വല്ലാതെ വൈകില്ലാലോ. എന്താണെന്ന് പരിശോധിക്കാം നമുക്ക്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് നമ്മൾ വന്നത്, ഈ ഗൾഫിൽ ഇപ്പോഴും വ്യാജ റിക്രൂട്ട്മെൻറ്റിൽ പലവരും പോയി നഴ്സിംഗ് ജോലിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ പെട്ടുപോകുന്ന ചിലരുടെ അവസ്ഥ. ഇപ്പോൾ പലരെയും നോർക്ക റൂട്ട്സ് വഴി അല്ലാതെയും മറ്റുമൊക്കെ ആയിട്ട് ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു ഈ കോവിഡ് സമയത്തും. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് ഗവൺമെൻറ് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? അതിൽ അങ്ങനെയൊരു പരാതി ഒരു തട്ടിപ്പിനിരയായ സിസ്റ്റർ അയക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ ആവശ്യമായ പരിശോധന നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ആളെ തന്നെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫലപ്രദമായ നടപടിയിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഒരു തട്ടിപ്പുകാർ ഇങ്ങനെ പിടികൂടപ്പെടുമ്പോൾ മറ്റ് ചിലതിൽ വേറെ ചിലർ കുടുങ്ങുന്ന അവസ്ഥ പലപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ വിശ്വസ്തമായ ഏജൻസികൾ വഴി മാത്രമേ ഇത്തരത്തിൽ യാത്ര ചെയ്യാവൂ എന്ന് എല്ലാവരും കരുതേണ്ടതായിട്ടുണ്ട്. ശബ്ദമില്ല. കേൾക്കാവോ? ഹലോ. ആ, ഈ മലപ്പുറം ജില്ലയിലെ രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നും കാണിക്കുന്നില്ല. അവിടെ വാക്സിനേഷൻ കുറവാണ് എന്നൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 16% മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ എന്ന പരാതിയാണ് പൊതുവെ ഉയർന്നു വരുന്നത്. വാക്സിനേഷൻ കൂട്ടാൻ വല്ല നടപടിയും സ്വീകരിക്കുമോ? പിന്നെ ഇന്നലെ CM-നോട് ചോദിച്ചൊരു കാര്യം, അതിന് മറുപടി കിട്ടിയില്ലായിരുന്നു. ഈ അൺഎയ്ഡഡ് സ്കൂളിൽ ഫീസ് പിരിക്കുന്നുണ്ട്, പക്ഷേ അധ്യാപകർക്ക് പൈസ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല എന്നൊരു പരാതിയും കൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. രണ്ടിനും ഒരു മറുപടി. വാക്സിനേഷൻ്റെ കാര്യത്തിൽ പൊതുവിൽ കിട്ടിയ വാക്സിൻ ആണല്ലോ നമ്മൾ എല്ലാവരുടെയും വാക്സിനേറ്റ് ചെയ്യുന്നതെന്നല്ല സ്വീകരിച്ചത്. നമുക്ക് 45 വയസ്സിന് മേലെയുള്ളവർക്ക് കൊടുക്കാനുള്ള വാക്സിൻ കേന്ദ്രത്തിന് ലഭ്യമാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം കാര്യങ്ങൾ പെടുത്തിയതാണ്. പെട്ടെന്ന് തന്നെ അത് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് വാക്സിൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമായിരുന്നില്ല. ഇപ്പോൾ ഏതായാലും കുറച്ചുകൂടി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പുരോഗതി അവിടെ ഉണ്ടാകുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ കൂടുതൽ നല്ല നിലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ സേവനത്തിനുള്ള ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നതാണ്. അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനം മാനേജ്മെൻറ്റ് സ്വീകരിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഗവൺമെൻറ് എല്ലാ സമയത്തും എടുത്തിട്ടുള്ള നിലപാട്. ഇക്കാര്യത്തിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കാം. ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു അവർക്ക് കേൾക്കുന്നില്ല.
ഇല്ല ഇല്ല, ഒന്നുമില്ല. ആ മൈക്ക് മാറ്റണം, ഒന്നും കേൾക്കുന്നില്ല. ഹലോ ഹലോ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഹലോ ആ ആ CMA വിവിധ സർക്കാർ വകുപ്പുകളിൽ ഈ ദിവസ വേതനക്കാരായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു ഈ ലോക്ക്ഡൗൺ സമയത്തൊന്നും അവർക്ക് ശമ്പളം ലഭിക്കും, മുടങ്ങില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പലർക്കും ഈ ദിവസവേതനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. കാരണം സർക്കാരിൻ്റെ ഉത്തരവിറങ്ങാത്തതുകൊണ്ട് ഈ ശമ്പളം എഴുതാൻ അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് അവർക്ക് ശമ്പളം മുടങ്ങാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. എന്താണെന്ന് അന്വേഷിക്കുക. CM, ഈ ലക്ഷദ്വീപ് നിവാസികൾ ആശങ്കയിലാണെന്നുള്ളൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ലക്ഷദ്വീപ് വിഷയത്തിൽ ഒരു സംയുക്ത പ്രമേയം വേണം നിയമസഭയിൽ എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്താണ് സർക്കാർ നിലപാട് ഇക്കാര്യത്തിൽ? ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ എല്ലാവർക്കും കടുത്ത വികാരം തന്നെയാണ് ഉണ്ടാവുക. കാരണം നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ളവരാണവർ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രശ്നങ്ങളിൽ നിയമസഭ ഒരു പൊതുപ്രമേയം അംഗീകരിക്കുന്നത് ഔചിത്യപൂർവമായ നടപടിയായിരിക്കും. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഈ കോവിഡ് രോഗികൾക്ക് നൽകുന്ന ആയുർവേദ മരുന്ന് ആയുഷ് 64 അതിൻ്റെ കേരളത്തിലെ വിതരണാവകാശം BJPയുടെ സംഘടനയായ സേവാഭാരതിയാണ് കേന്ദ്ര ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ മെഡിക്കൽ രംഗത്ത് ശക്തമായ വിതരണ ശൃംഖല ഉള്ളതാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടായി കാണുന്നുണ്ടോ? BJP സർക്കാരിൻ്റെ നിലപാടായി കാണുന്നുണ്ടോ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഇടപെടൽ നടത്തുമോ? സാധാരണ നിലക്ക് ആയുർവേദ മരുന്നുകളുടെ ഏറ്റവും വിശ്വസ്തമായ വിതരണ സ്ഥാപനവും നിർമ്മാണ സ്ഥാപനവും ഒക്കെ ഔഷധിയാണ് ഇവിടെ. അപ്പം അത്തരം സ്ഥാപനങ്ങളെയാണ് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇതിൽ ഈ പറയുന്ന സംഘടന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇതേവരെ നമ്മുടെ നാട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സംഘടനകളെ, നമ്മുടെ ഔഷധിയെ പോലുള്ള സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്നതായിരിക്കും. ഇത്തരം സംഘടനകളെ ഒഴിവാക്കുന്നതുമായിരിക്കും. CM, നേരത്തെ കേരളത്തിലെ കോവിഡ് രോഗബാധിതരിൽ ഒരു 50% പേരിലും അതിതീവ്ര രോഗവ്യാപന ശേഷിയുള്ള മ്യൂട്ടേറ്റഡ് വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് CM കഴിഞ്ഞൊരു ദിവസം പറഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വീണ്ടും ഒരു ഇവാലുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ആ തരത്തിലുള്ള ഒരു രോഗവ്യാപനം കുറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി, സംസ്ഥാന സർക്കാർ നേരിട്ട് വാങ്ങുന്ന വാക്സിൻ, അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണോ? എന്നു മുതൽ അത് കൊടുത്തു തുടങ്ങാൻ കഴിയും? ഇപ്പോൾ രോഗവ്യാപനത്തിൻ്റെ കാര്യത്തിൽ നല്ല കുറവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത്. അത് നല്ല ഫലം നമുക്കുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇതേ നിലയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറേ കൂടി നല്ല അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ജനിതക വ്യതിയാനം സംഭവിച്ചു എന്ന് പറയുന്ന വൈറസുകളുടെ കാര്യത്തിലും അത് വർദ്ധിക്കുകയല്ല നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. എല്ലാം കൊണ്ടും നമ്മുടെ ലോക്ക്ഡൗണിനും ജനങ്ങളുടെ സഹകരണത്തിനുമെല്ലാം നല്ല ഫലം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയുക. CM, ഈ ഓൺലൈൻ സർവീസുകൾ ഒരുപാട് ആവശ്യമുള്ള സമയമാണ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. ഈ ഓൺലൈൻ സർവീസുമായി ബന്ധപ്പെട്ട അക്ഷയ മാത്രമാണ് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നത്. മറ്റ് ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസം തുറന്നു കൊടുക്കാൻ കഴിയുമോ എന്ന് അവർ ചോദിക്കുന്നു. അവർ സംഘടനകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ജീവനക്കാർ, അവർക്ക് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭ്യമാക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ആലോചിച്ച കൂട്ടത്തിലില്ല. CM, ഈ ലോട്ടറി കച്ചവടക്കാർ, ലോട്ടറി ഇപ്പോൾ അച്ചടിയും വിൽപ്പനയില്ല, വലിയ ദുരിതത്തിലാണ്. എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹകരണ ബാങ്ക് ജീവനക്കാർ, അവർ ഈ ക്ഷേമ പെൻഷൻ വീടുകളിൽ കൊടുക്കുന്നതിനടക്കം സ്ഥിരം വീടുകളിലേക്ക് പോകുന്നവരാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുൻഗണന ഈ വാക്സിൻ വിതരണത്തിൽ നൽകാൻ പറ്റുമെന്നും അന്വേഷണമുണ്ട്. വാക്സിൻ വിതരണം പോലുള്ള കാര്യങ്ങളിൽ മുൻഗണന വേണ്ട ധാരാളം വിഭാഗങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ വാക്സിൻ അത്രമാത്രം ലഭ്യമല്ലല്ലോ. ഈ മുൻഗണന ലഭിച്ചാൽ തന്നെ അതിലുള്ള മുൻഗണനാടിസ്ഥാനത്തിലല്ലേ വാക്സിൻ നൽകാൻ കഴിയും. അപ്പോൾ വാക്സിൻ ലഭ്യമാകുന്ന മുറക്ക് ഇനിയും കൂടുതൽ ആളുകളെ അതിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലോട്ടറിയുടെയും മറ്റും പ്രശ്നങ്ങൾ പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ അത് ആലോചിച്ചിട്ടില്ല.
CMA ഈ കോവിഡിൻ്റെ പ്രതിസന്ധിക്കിടയിലും ഈ സ്വകാര്യ സ്കൂളുകൾ അമിതമായി ഫീസ് ഈടാക്കുന്നു എന്ന പരാതി ഇപ്പോഴും ഉയരുന്നുണ്ട്. അതായത് സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്, കാര്യമായ ചിലവുമില്ല. നേരത്തെ സുപ്രീം കോടതി തന്നെ 2019 അപേക്ഷിച്ച് 30% ഫീസ് ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും അടുത്ത അധ്യയന വർഷത്തിലേക്ക് പോകുമ്പോഴും വലിയ തോതിൽ അമിതമായി ഫീസ് ഈടാക്കുന്നുണ്ട്. ഇത് സ്വകാര്യ ആശുപത്രികളുടെ അമിത നിരക്ക് ഈടാക്കുന്നതിൽ ഇടപെട്ടതുപോലെ ഇക്കാര്യത്തിൽ ഒരു കർശനമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നിർത്താം അല്ലേ?